ത്രിയേക ദൈവത്തിന് സ്തുതി. ഏറ്റവും ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങൾ, കൂട്ടുകാർ, ഏവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിന്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം. ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായി, പ്രതീക്ഷയറ്റ ലോകത്തിന് ആശയും ആശ്രയവുമായി ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പിറവിയെടുത്തവന്റെ എൽദോ പെരുന്നാൾ ആഘോഷിക്കപ്പെടുന്ന ഈ വേളയിൽ ഇന്നേ ദിവസം പരിശുദ്ധ സഭ ക്രിസ്തുവിന്റെ മുന്നോടിയായ യോഹന്നാൻ സ്നാപകന്റെ ജനനം ആചരിക്കുന്നതോടൊപ്പം ബാലദിനവുമായി കൊണ്ടാടുന്നു. സഭയിലെ എല്ലാ ദേവാലയങ്ങളിലും ഇന്നേ ദിവസം ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഏവൻഗേലിയോൻ ഭാഗമായി വായിച്ച വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 57 മുതൽ 80 വരെയുള്ള വാക്യങ്ങളിൽ നിന്നും ഏതാനും ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതിന്റെ 57-58 വാക്യങ്ങളിൽ ദൈവിക കരുണയുടെ പ്രതിഫലനം എന്നോണം വാർദ്ധക്യത്തിൽ ഗർഭിണിയായി തീർന്ന സക്രിയ പുരോഹിതന്റെ ഭാര്യ എലിസബത്ത് തക്ക സമയത്ത് ഒരാൺകുഞ്ഞിനെ പ്രസവിച്ചു. സക്രിയ പുരോഹിതന്റെ നിരന്തരമായ പ്രാർത്ഥനയുടെ ഫലമായിരുന്നു ഈ പൈതലിന്റെ ജനനം. മാത്രമല്ല, ഇതിന്റെ 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിന്റെ കൽപ്പനകളിൽ കുറ്റമില്ലാത്തവരുമായി നടന്നവരുമായിരുന്നു. ഈ കുടുംബത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന അടിസ്ഥാന തത്വം വിശ്വാസം കലർത്തിയ പ്രാർത്ഥന എന്നുള്ളതാണ്. എന്റെയും നിങ്ങളുടെയും ഏതാവശ്യങ്ങളും പ്രാർത്ഥനയിലൂടെ ശക്തിപ്പെടുത്തുവാൻ നമുക്ക് കഴിയണം. പ്രാർത്ഥനയിലൂടെ ചിലവഴിക്കുന്ന ഓരോ നിമിഷവും നാം ദൈവവുമായിട്ടുള്ള സംഭാഷണത്തിലും സമ്പർക്കത്തിലും സമർപ്പണത്തിലുമാണ്. നമ്മുടെ ആവശ്യങ്ങൾ മാത്രം നിരത്തി വെക്കുന്നതാകരുത് പ്രാർത്ഥന, മറിച്ച് ദൈവ മുൻപാകെ നാം നടത്തുന്ന നന്ദിയുടെ സൂചന കൂടിയാകണം പ്രാർത്ഥന. വിശ്വാസ വീരന്മാരെല്ലാം പ്രാർത്ഥനയ്ക്ക് മുൻതൂക്കം കൊടുത്തവരായിരുന്നു എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് തുടങ്ങിയ പൂർവ്വ പിതാക്കന്മാരെല്ലാം വിശ്വാസം കലർത്തിയ പ്രാർത്ഥനയിലൂടെ തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തിയവരാണ്. ഇത് തന്നെയാണ് ഈ കുടുംബത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒന്നാമത്തെ പ്രത്യേകതയും. ഈ കുടുംബത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന രണ്ടാമത്തെ പ്രത്യേകത, ബലിയേക്കാൾ ശ്രേഷ്ഠമായത് അനുസരണമാണ്. യഹൂദ പാരമ്പര്യ പ്രകാരം ഒരു കുടുംബത്തിലെ മൂത്ത പുത്രന് പരിച്ഛേദനയോടൊപ്പം അപ്പന്റെ പേര് തന്നെ നൽകുക പതിവായിരുന്നു. എന്നാൽ പാരമ്പര്യത്തെ വകവയ്ക്കാതെ, ആരുടെയും നിർബന്ധത്തിന് വഴങ്ങാതെ ദൈവ ഇഷ്ടം എന്തെന്ന് തിരിച്ചറിഞ്ഞ് പൈതലിന് യോഹന്നാൻ എന്ന് പേരിട്ടു. ഇവിടെ നാം കാണുന്നത് പൂർണ്ണമായ ദൈവവിശ്വാസത്തിലൂടെ വചനമനുസരിച്ച് ദൈവ ഇഷ്ടം എന്തെന്ന് തിരിച്ചറിഞ്ഞ സക്രിയ പുരോഹിതനെയും ഭാര്യ എലിസബത്തിനെയുമാണ്. നമ്മെക്കുറിച്ചുള്ള ദൈവ ഇഷ്ടം എന്തെന്ന് തിരിച്ചറിയുവാൻ നാം നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കണം. ദൈവമേ, നിന്റെ ഹിതം എന്നിൽ നിറവേറണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയണം. ഇവിടെ ദൈവ ഇഷ്ടം എന്തെന്ന് തിരിച്ചറിഞ്ഞ സക്രിയ പുരോഹിതൻ തന്റെ പൈതലിന് യോഹന്നാൻ എന്ന പേർ ഒരു എഴുത്ത് പലകയിൽ എഴുതി കാണിച്ചപ്പോൾ അവന്റെ വായും നാവും തുറന്നു. അവൻ സംസാരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി. നമ്മുടെ നിരാശകളിൽ പ്രത്യാശ വളർത്തുന്നതും അന്ധകാരത്തിൽ ദിവ്യപ്രകാശം തരുന്നതും കൂരിരുൾ ഭീതി മാറ്റി ധൈര്യം പകരുന്നതും നമ്മുടെ രോഗങ്ങളിലും ദുഃഖങ്ങളിലും പതറാത്ത മനസ്സോടും തളരാത്ത ശുഭപ്രതീക്ഷയോടും കൂടി നിലനിൽക്കണമെങ്കിൽ അത് സർവശക്തനായ ദൈവത്തിന്റെ കൃപയുണ്ടെങ്കിൽ മാത്രമേ കഴിയൂ. ഈ കൃപയിൽ എന്നും നമുക്ക് ശക്തിപ്പെടുവാൻ കഴിയണം. മൂന്നാമതായി, സക്രിയ എലിസബത്ത് ദമ്പതികൾ ആഴമായി ദൈവിക ദർശനം പ്രാപിച്ചവരായിരുന്നു. അവരുടെ പ്രാർത്ഥനയുടെയും അനുസരണത്തിന്റെയും ഫലമായി തങ്ങൾക്ക് ജനിക്കുവാൻ പോകുന്ന മകന്റെ പ്രത്യേകതകളെ കുറിച്ച് ഒരു ദർശനം ലഭിച്ചു. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 14, 15, 16 എന്നീ വാക്യങ്ങളിൽ ഈ പ്രത്യേകതകളെ കുറിച്ച് നമുക്ക് കാണാം. 1, അവൻ കർത്താവിന്റെ സന്നിധിയിൽ വലിയവനാകും. 2, അവൻ വീഞ്ഞും മദ്യവും കുടിക്കുകയില്ല. 3, അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവാൽ നിറയും. 4, അവൻ ഇസ്രായേൽ മക്കളിൽ പലരെയും അവരുടെ ദൈവമായ കർത്താവിങ്കിലേക്ക് വരുത്തും. നമ്മുടെ കുടുംബങ്ങൾക്ക് ദൈവിക ദർശനം ഉൾക്കൊള്ളുവാൻ കഴിയുന്നുണ്ടോ എന്ന് ഈ അവസരത്തിൽ ചിന്തിക്കുന്നത് നല്ലതാണ്. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കട്ടെ.
സക്രിയ എലിസബത്ത് ദമ്പതികളുടെ ജീവിതം മനുഷ്യരാശിക്ക് എന്നും മാതൃകയാണ്. അവരുടെ ജീവിതചര്യയിൽ വിശ്വാസം കലർത്തിയ പ്രാർത്ഥന, ബലിയേക്കാൾ ശ്രേഷ്ഠമായ അനുസരണം, ആഴമായ ദൈവിക ദർശനം എന്നീ മൂല്യങ്ങളുടെ ഫലമായി ഗർഭത്തിൽ വെച്ച് തന്നെ ആത്മാവും ജ്ഞാനവും ലഭിച്ച യോഹന്നാൻ സ്നാപകനെ പോലെയുള്ള മക്കൾ ഇന്നിന്റെ സമൂഹത്തിന് അനിവാര്യതയാണ്. നാളെയുടെ വാഗ്ദാനങ്ങളായ ഞങ്ങൾ കുട്ടികൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ നിങ്ങളുടെ ഏവരുടെയും പ്രാർത്ഥന അപേക്ഷിച്ചുകൊണ്ടും ഇങ്ങനെ ഒരു അവസരം തന്ന ബഹുമാനപ്പെട്ട വൈദികരോടുള്ള നന്ദി അറിയിച്ചും കൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ.